എല്ലാവർക്കും നമസ്കാരം. പ്രതികരണ വേദിയിലേക്ക് ഏവർക്കും സ്വാഗതം. പാലക്കാട് നിന്നും അശ്വതി ദേവി ഒരു സംശയം ചോദിച്ചിരിക്കുന്നു. സർ, ഞാൻ ഈയിടെയായി വളരെ കുറച്ച് പഴക്കമുള്ള ഒരു പ്രസിദ്ധനായ പ്രഭാഷകൻ്റെ വീഡിയോ കാണുകയുണ്ടായി. അതിന് അദ്ദേഹം പറയുന്നു, മക്കൾക്ക് വേണ്ടി ഒന്നും സമ്പാദിക്കരുത്. അതിന് കാരണമായിട്ട് പറയുന്നത് പിൽക്കാലത്ത് മക്കൾ തമ്മിൽ ബഹളമുണ്ടാക്കും, എന്തിന് അങ്ങനെ ഒരു സാഹചര്യം സൃഷ്ടിക്കണം, അതുകൊണ്ട് മക്കൾക്ക് വേണ്ടി ഒന്നും സമ്പാദിക്കേണ്ട എന്ന് പറയുന്നു. എന്താണ് ഈ പറഞ്ഞതിൽ അർത്ഥം? അതിൽ വല്ല വാസ്തവവും ഉണ്ടോ? സാറിൻ്റെ അഭിപ്രായം ഒന്ന് രേഖപ്പെടുത്താമോ? ഇതാണ് ചോദ്യം. ഇത് പലരും പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. മക്കൾക്ക് വേണ്ടി ഒന്നും സമ്പാദിക്കരുത്. ഈ സമ്പാദ്യം എന്ന് പറഞ്ഞാൽ എന്താണ്? വെറും ധനം മാത്രമല്ല സമ്പാദ്യം. കുടുംബത്തിൻ്റെ യശസ്, കലാപരമായ പ്രവർത്തനങ്ങൾ ഉണ്ടെങ്കിൽ അതിലുള്ള മികവ്, സ്പോർട്സ് പരമായിട്ടുള്ള കാര്യങ്ങളുണ്ടെങ്കിൽ അതിലുള്ള മികവ്, ഇങ്ങനെ ഓരോ മികവിലൂടെ നേടിയ കുടുംബത്തിന് നേടിക്കൊടുത്ത പ്രശസ്തി അല്ലെങ്കിൽ അവാർഡുകൾ നേടിയിട്ടുണ്ടെങ്കിൽ അതിൻ്റേതായിട്ടുള്ള പ്രശസ്തി, ഇതെല്ലാം എന്താണ്? സമ്പാദ്യങ്ങളാണ്. വെറും ധനം മാത്രമല്ല. ഒന്ന്, ഇനിയിപ്പോൾ ലഹള കൂടുക അല്ലെങ്കിൽ ബഹളം വയ്ക്കുക, തർക്കമുണ്ടാവുക, ഇതൊക്കെ സ്വത്തിൻ്റെ കാര്യത്തിലാണ്, ധനത്തിൻ്റെ കാര്യത്തിലാണ്. അപ്പോൾ ഈ ഇന്നത്തെ കാലഘട്ടത്തിൽ നെഗറ്റീവ് ചിന്തയാണ് എല്ലാവർക്കും കൂടുതൽ. പോസിറ്റീവായിട്ട് ചിന്തിക്കാൻ മടിക്കുന്നു. ഈ ലോകത്ത് 700 കോടി ജനങ്ങളുണ്ടെങ്കിൽ 700 കോടി വിധിയാണ്, 700 കോടി രൂപമാണ്, 700 കോടി സ്വഭാവമാണ്, 700 കോടി ഗന്ധമാണ്. ഇതൊക്കെ വ്യത്യസ്തമാണ്. അങ്ങനെയാണെങ്കിൽ ഒന്നിനെ എടുത്തുകൊണ്ട് എങ്ങനെയാണ് ന്യായീകരിക്കുക? അല്ലെങ്കിൽ ഉദാഹരണം പറയുക. ഒരു വീട്ടിൽ മക്കൾ തമ്മിൽ ലഹള കൂടുന്നു സ്വത്തിനു വേണ്ടി. ശരി, അടുത്ത വീട്ടിലോ? അടുത്ത വീട്ടിൽ ഉള്ളത് എന്തോ അതുകൊണ്ട് കൃത്യമായി ഭാഗിച്ചെടുക്കുന്നു, അല്ലേ? അപ്പം അത് നമ്മൾ കാണണ്ടേ? നന്മയും തിന്മയും ഉണ്ടെങ്കിൽ എന്തിന് തിന്മയെ മാത്രം മാതൃകയാക്കുന്നു? എന്നിട്ടാണല്ലോ സ്വത്ത് സമ്പാദിക്കേണ്ടെന്ന് പറഞ്ഞത്. അതേ സമയത്ത് വേറൊരു വീട്ടിൽ 4 മക്കളുണ്ടാവുന്നു, ഉള്ളത് എന്തോ അവർ പരസ്പരം സാഹോദര്യത്തോടു കൂടി വീതിച്ചെടുക്കുന്നു. അവർക്ക് എത്ര വേണമെങ്കിലും സമ്പാദിച്ചു കൊടുക്കാമല്ലോ, അല്ലേ? പിന്നെ മറ്റൊന്ന്, സമ്പാദിക്കണം എന്ന് നമ്മൾ വിചാരിച്ചതുകൊണ്ട് കാര്യമില്ല, അതിന് യോഗം കൂടി വേണം. എത്രയോ പേർ കച്ചവടത്തിലൂടെ, വ്യാപാരത്തിലൂടെ, വ്യവസായത്തിലൂടെ വളരാം എന്ന് കരുതി ധനം മുടക്കി പൊളിഞ്ഞു പോകുന്നു. എന്നാൽ വേറെ ചിലർ ചുരുങ്ങിയ ചില കാശുകൊണ്ട് ചില വ്യാപാരങ്ങൾ തുടങ്ങി അതിലൂടെ പിടിച്ചു വളർന്ന് വൻകിട വ്യവസായിയായി മാറുന്ന കാഴ്ചയും നമ്മൾ കാണുന്നുണ്ട്. അപ്പോൾ ഇവിടെ വിധി അല്ലെങ്കിൽ യോഗം എന്ന ഒക്കെ ഇതിന് പിന്നിലുണ്ട്. ഇപ്പം എൻ്റെ ഒരു അകന്ന ബന്ധു, അയാൾ MSc ഒക്കെ പാസ്സായി, വേറെ ഏതൊക്കെ കോഴ്സുകളൊക്കെ പാസ്സായി, സർക്കാർ ജോലി കിട്ടിയിട്ട് വെറുതെ ഇരിക്കണ്ടല്ലോ എന്ന് കരുതി അയാൾ ചെറിയ തോതിൽ ഈ ഫ്രൂട്ട്സ് കച്ചവടം തുടങ്ങി. വളരെ വർഷങ്ങൾക്ക് മുമ്പ്, എൻ്റെ പ്രായമുണ്ട്. അത് തുടങ്ങി, അതിങ്ങനെ കഴിഞ്ഞു, 1 കൊല്ലം കഴിഞ്ഞു, 2 കൊല്ലം കഴിഞ്ഞു, കട വികസിപ്പിച്ചു. ഇങ്ങനെ വന്ന് ഇപ്പോൾ ഉത്തരേന്ത്യയിൽ നിന്നും ഈ ഫ്രൂട്ട്സൊക്കെ ദക്ഷിണേന്ത്യയിലേക്ക് കയറ്റി വിടുന്ന ഏജൻ്റായി പ്രവർത്തിക്കുന്നു. എന്താണ് അതിൻ്റെ മാർഗം എന്ന് എനിക്കറിയില്ല. ഏതായാലും ധാരാളം ധനം സമ്പാദിക്കുന്നു. പക്ഷെ അയാളുടെ ഉദ്ദേശം എന്തായിരുന്നു? ഒരു ജോലി കിട്ടണം. ജോലി കിട്ടുന്നത് വരെ. പക്ഷെ ഇതിൽ നല്ല വരുമാനം ഉണ്ടെന്ന് കണ്ടപ്പോൾ പിന്നെ ജോലിക്ക് പോയില്ല. ഇപ്പോൾ വലിയ ഏജൻ്റാണ്. ഉത്തരേന്ത്യ എവിടെ നിന്നൊക്കെയാണ് എന്ന് എനിക്കറിയില്ല. ഏതായാലും അങ്ങേരുടെ ലോറികൾ പലപ്പോഴും ഇവിടെ പല സ്ഥലങ്ങളിലും വരാറുണ്ട്. ഇവിടെ കോഴിക്കോട്, പിന്നെ തൃശ്ശൂർ, അവിടെ പല സ്ഥലങ്ങളിലും ഈ ഫ്രൂട്ട്സ് ഒക്കെ വരുന്നുണ്ട്. അതിൻ്റെയൊക്കെ ഏജൻ്റാണോ എന്തോ എനിക്കറിയില്ല. അയാളാണ്. ഏതായാലും ധാരാളം പണമുണ്ട് കയ്യിൽ. ഈ പണം അയാൾ എന്ത് ചെയ്യണം? അയാളെ കാണാൻ 3 മക്കളുണ്ട്.
ഈ 3 മക്കൾക്ക് വീതിച്ച് കൊടുക്കുക അല്ലാതെ ഇയാൾ ഈ പണം എന്ത് ചെയ്യും? അനാഥാലയത്തിന് കൊടുക്കണം. അനാഥാലയത്തിന് കൊടുക്കണ്ടെന്ന് പറഞ്ഞില്ല, കൊടുക്കാം. ഇത് മുഴുവൻ അങ്ങോട്ട് കൊടുക്കണം. എന്നിട്ട് തൻ്റെ മക്കളെ അനാഥരാക്കണം. അത് വേണം. അച്ഛൻ സമ്പാദിച്ചത് എന്തോ അത് മക്കൾക്ക് അവകാശപ്പെട്ടതല്ലേ? പിന്നെ കൊടുക്കരുത് എന്ന് പറയാൻ എന്താ അർത്ഥമുള്ളത്? അച്ഛൻ എന്ത് സമ്പാദിച്ചോ അത്. എനിക്കിപ്പോൾ ചീത്തപ്പേര് സമ്പാദിച്ചാൽ അതും മക്കളെ ബാധിക്കും, അല്ലേ? അതൊരു സത്യമാണല്ലോ. അച്ഛൻ സമ്പാദിച്ച് ചീത്തപ്പേരാണെങ്കിൽ അതും മക്കളെ ബാധിക്കും, സൽപ്പേരാണെങ്കിൽ അത് ബാധിക്കും, അല്ലേ? അപ്പോൾ അച്ഛൻ മക്കൾക്ക് വേണ്ടി ഒന്നും സമ്പാദിക്കരുത് എന്ന് പറയുന്നതിൽ എന്താ അർത്ഥം? ഒന്നുമില്ലെങ്കിലും നമ്മൾ താമസിക്കുന്ന വീടെങ്കിലും ഉണ്ടാകുമല്ലോ നമ്മുടെ കാലശേഷം. ആർക്ക്? 2 മക്കളുണ്ട്, 2 മക്കൾക്കും ഭാഗിച്ച് കൊടുക്കുക അല്ലേ പറ്റുള്ളൂ. അല്ലാതെ ഇത് വെറുതെ കൊടുക്കാൻ പറ്റുമോ വേറെ ആർക്കെങ്കിലും? ഇല്ല. ഇതിനാധാരം ഈ നെഗറ്റീവായി ചിന്തിക്കുക. വേറെ ചിലർ പറയേ മക്കളൊന്നും വയസ്സുകാലത്ത് നോക്കില്ല എന്ന്, അതൊക്കെ വെറുതെ പറയുന്നതാ. എന്തൊരു കഷ്ടമാണ്, ആലോചിച്ച് നോക്കൂ. ഒരാൾ 69-70 വയസ്സ് സമയത്ത് ഭാര്യ മരിച്ചപ്പോൾ 2ാമത് വിവാഹം കഴിക്കുക. അപ്പോൾ അയാൾ പറഞ്ഞ ന്യായം, മക്കളെയൊന്നും പ്രതീക്ഷിച്ചിട്ട് ജീവിച്ചാൽ പറ്റില്ല, അതുകൊണ്ടാണ് വേറെ ആളെ കല്യാണം കഴിച്ചത്. അപ്പോൾ ഞാൻ ചോദിച്ചു, ഇക്കണ്ട കാലമായിട്ട് നോക്കി വളർത്തിയ മക്കളെ നിങ്ങൾക്ക് വ്യത്യാസമില്ല, എവിടുന്നോ വന്ന് വരുത്തിയ നിങ്ങൾക്ക് വലിയ വിശ്വാസം, അല്ലേ? ഇതല്ലേ വൈരുദ്ധ്യം എന്ന് പറയുന്നത്? മക്കളെ നിന്ന് ഇങ്ങോട്ട് കിട്ടുകയാണ് പിന്നെ ദ്രോഹമാണ് കിട്ടുന്നതെങ്കിൽ അതിന് കാരണം എന്താ? ഒരു 10-15 വയസ്സ് വരെ നിഴൽ പോലെ പിന്തുടർന്ന് മക്കളുടെ എല്ലാ കാര്യങ്ങളും നോക്കി ഒക്കെ വളർത്തി സ്നേഹത്തോടു കൂടി പെരുമാറി പോവാച്ചെങ്കിൽ എവിടേക്കും പോകില്ല. എന്ത് ചെയ്യും? വലിയ ആൾക്കാരാണെച്ചെങ്കിൽ ഒരു 5-10 വയസ്സ് കഴിഞ്ഞിട്ട് 5ാം ക്ലാസ്സൊക്കെ പഠിക്കുന്നത് ബോർഡിങ്ങിൽ എവിടെയെങ്കിലും കൊണ്ടേ ചേർക്കും, ഊട്ടിയിലോ അവിടെയും കൂടിയോ കൊണ്ടേ ചേർക്കും. അങ്ങനെ വിദ്യാഭ്യാസ കാലഘട്ടം മുഴുവൻ അച്ഛനിൽ നിന്നും അമ്മയിൽ നിന്നും വിട്ടു നിന്ന് പിന്നെ ഒരു 10, 25, 20, 22 വയസ്സാകുമ്പോഴാണ് വീട്ടിലേക്ക് തിരിച്ചു വരുന്നത്. അവൻ അച്ഛനമ്മ എന്ത് പിന്നെ ബന്ധമാണുള്ളത്? അച്ഛൻ്റെ സ്നേഹമോ ലാളനയോ അമ്മയുടെ സ്നേഹമോ ലാളനയോ കിട്ടിയിട്ടില്ല. ഇവരൊക്കെയാണ് ഇങ്ങനെയുള്ള ആൾക്കാരാണ്. അതായത് ചെറുപ്പകാലത്ത് അച്ഛനമ്മമാരുടെ സ്നേഹം ലഭിക്കാത്ത വ്യക്തികളാണ് ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്. അതല്ലാതെ കണ്ട് ചെറുപ്പം മുതലേ അമ്മയും അച്ഛനും സ്നേഹിച്ച് ശുശ്രൂഷിച്ച് വളർത്തുന്ന മക്കളാരും തിരിഞ്ഞ് നോക്കുകയും ചെയ്യില്ല, നോക്കാതിരിക്കില്ല. സംശയിക്കണ്ട. എല്ലാവരും അങ്ങനെയാണോ? ഒരു നാട്ടിൽ 1-2 പേര് ശരി അച്ഛനെ വയസ്സുകാലത്ത് അല്ലെങ്കിൽ അമ്മയെ അനാഥ മന്ദിരത്തിൽ കൊണ്ടാക്കാമെന്ന് കരുതുന്നവരുണ്ടാവും. പക്ഷേ അതിനേക്കാൾ എത്രയോ ഇരട്ടി ആൾക്കാർ വീട്ടിൽ അച്ഛനമ്മയെ നോക്കുന്നവരുണ്ട്, ഇല്ലേ? അപ്പം ഈ നെഗറ്റീവ് മാത്രം ചിന്തിക്കുക. ഇപ്പം ചില റീലുകളൊക്കെ കാണാം. സാധുവായ ഒരച്ഛൻ, അയാൾ വളരെ കഷ്ടപ്പെട്ടു വരുന്നു, മക്കൾ അവസാനം ഭാര്യയും മകനും തീരുമാനിക്കുന്നു അനാഥ മന്ദിരത്തിൽ കൊണ്ടാക്കാൻ. ഇങ്ങനെയൊക്കെ ചില റീല് ഈ മക്കളെ വില്ലന്മാരായി ചിത്രീകരിച്ചു കൊണ്ടുള്ള ഒരു പ്രക്രിയ. ഇത് സത്യത്തിൽ സമൂഹത്തിൽ കുടുംബ ബന്ധങ്ങളെ തകർക്കുന്ന ഒന്നാണ്. ഇപ്പം എല്ലാവരും അതാ ചെയ്യുന്നത്. ചോദിച്ച് നല്ലൊരു ശതമാനം ആൾക്കാർ എന്താ പറയുക, മക്കൾ നോക്കുന്നൊന്നും കരുതണ്ട, ശരിയായില്ലേ? വേദാന്തത്തിൽ പറയുന്നത് വേറെ, നിഷ്കാമകർമ്മം ചെയ്യാന്ന്, അത് വേറെ, അതിൻ്റെ അർത്ഥതലം വേറെ. നീ നിന്റെ ധർമ്മം ചെയ്യുക, ഒന്നും പ്രതീക്ഷിക്കാതെ നിഷ്കാമകർമ്മം, നീ നിന്റെ ധർമ്മം ചെയ്തുകൊണ്ടേയിരിക്കുക, ആ കർമ്മത്തിൻ്റെ ഫലം നിനക്ക് ലഭിക്കും എന്നാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. നമ്മൾ എന്ത് ചെയ്താലും അതിൻ്റെ ഒരു കർമ്മം ഉണ്ടാവും. അതുകൊണ്ട് നിന്റെ ധർമ്മം നീ ശരിയായി ചെയ്തുകൊണ്ടിരിക്കുക, നിഷ്കാമകർമ്മം ഫലം പ്രതീക്ഷിക്കരുത്. അതും ഇവിടുത്തെ കാര്യം തമ്മിൽ വ്യത്യാസമുണ്ട്, അല്ലേ? അത് വ്യത്യാസമുണ്ട്. അപ്പം എല്ലാവരും പറയുന്നൊരു കാര്യമാണ്. പക്ഷെ ഈ പറയുന്നവനും ഒരു പുത്രനാണ് എന്ന് ആലോചിക്കണം, അല്ലേ? അവൻ്റെ അച്ഛനെയും അമ്മയും എങ്ങനെയാണ് നോക്കിയിരുന്നത്? നടു റോഡിൽ തള്ളി വിടുകയാണോ? അതോ അനാഥ മന്ദിരത്തിൽ കൊണ്ടുപോയാക്കാണോ? അതോ വീട്ടിൽ വെച്ച് തന്നെ ശുശ്രൂഷിക്കുകയാണ്? എന്താ ചെയ്തത്? അപ്പോൾ മക്കളെ ഒരു വില്ലനായിട്ട് ചിത്രീകരിച്ചുകൊണ്ട് അവരൊന്നും നോക്കില്ല, അത് വേറെ വല്ല കാര്യം നോക്കാം എന്ന് പറയുമ്പോൾ ഇത് മക്കൾ കേൾക്കും കൂടി ചെയ്യുമ്പോഴോ അതൊന്നും ശ്രദ്ധിക്കില്ല. ചിലപ്പോൾ മക്കൾ കേൾക്കും, അല്ലെങ്കിൽ വേറെ ആരുടെയെങ്കിലും മക്കൾ, നമ്മുടെ മക്കൾ തന്നെ വേണമെന്നില്ല, വേറെ മക്കൾ കേട്ടാലും അവരുടെ മനസ്സിലും തന്നെയല്ലേ ഉള്ളത്.
അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ ഈ നെഗറ്റീവായി എന്തിന് പോസിറ്റീവായി ചിന്തിച്ചൂടെ? നമ്മൾ ശുദ്ധമായി സത്യസന്ധമായി സത്യം, ധർമ്മം, നീതി, ന്യായം, യുക്തി ഇവയോട് ചേർന്ന് നമ്മുടെ ധർമ്മങ്ങൾ ചെയ്യുകയാണെങ്കിൽ യാതൊരു സംശയവുമില്ലാതെ തിരിച്ചും അത് തന്നെ കിട്ടൂ. പക്ഷെ അത് പ്രതീക്ഷിക്കരുത് നമ്മൾ. എന്ന് വെച്ചാൽ അങ്ങനെ ചിന്തിച്ചുകൊണ്ട് ചെയ്യരുത്. അതിനാണ് നിഷ്കാമകർമ്മം എന്ന് പറഞ്ഞത്. തീർച്ചയായിട്ടും സൽഫലം തന്നെയാവും കിട്ടുക. അതിൻ്റെ ഇടയിൽ ഇങ്ങനെ നെഗറ്റീവായി ചിന്തിച്ചുകൊണ്ട് പറഞ്ഞുകൊണ്ട് സമൂഹത്തിലെ മറ്റുള്ളവർക്ക് ആശയക്കുഴപ്പം സൃഷ്ടിക്കരുത്. ഇതാണ് എനിക്കതിൽ പറയാനുള്ളത്. നന്ദി, നമസ്കാരം. ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ അത് ചെയ്യുക, ലൈക്കും തരിക. നന്ദി, നമസ്കാരം.